പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയങ്ങളല്ലെന്ന് ഹൈക്കോടതി. പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമാണ്. പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടാകുന്നത്. നിയമകാര്യ ലേഖകൻ CN പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകും. CN പ്രകാശ്, ഇത് പലപ്പോഴും പലയിടങ്ങളിലും വലിയ തർക്കത്തിനും നിയമ പോരാട്ടങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ അതിലൊരു വ്യക്തത വരുത്തുകയാണോ കോടതി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്? തീർച്ചയായിട്ടും നിർദ്ദേശിച്ചിരിക്കുന്നു. പൊതുവായ ഒരു ധാരണ ഇത് പൊതു ശൗചാലയങ്ങളാണ് എന്നൊരു ധാരണ നിലനിന്നിരുന്നു. അതുകൊണ്ട് വ്യാപകമായി സഞ്ചാരികൾ, യാത്രക്കാർ എല്ലാം ഈ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പമ്പ് ഉടമകൾ എതിർപ്പ് അറിയിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ള കത്തിടപാടുകളിലെല്ലാം തന്നെ പറയുന്നത് ഇത് പൊതു ശൗചാലയങ്ങൾ എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആണ്. എന്നാൽ ഇത് പൊതു ശൗചാലയമല്ലെന്നും പമ്പ് ഉടമകളുടെ ഇന്ധന ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ളതും അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയുള്ളതുമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് CS ഡയസിന്റെ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. പെട്രോളിയം വ്യാപാരികളുടെ സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. പെട്രോൾ പമ്പുകൾ പൊതു ശൗചാലയങ്ങളാകാനുള്ള സർക്കാർ നടപടി തടഞ്ഞു. പെട്രോൾ പമ്പുകൾക്ക് നിർദ്ദേശം നൽകുന്നതിനും ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും ഇത്തരത്തിലൊരു നിർദ്ദേശം പൊതു ശൗചാലയങ്ങളാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പമ്പ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് ചില പമ്പ് ഉടമകൾ അസോസിയേഷനുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും സംഘടനകളടക്കം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ശൗചാലയങ്ങൾ സ്ഥാപനങ്ങളും സർക്കാരുമാണ് സന്നദ്ധമാക്കേണ്ടത്, അത് നിർമ്മിക്കേണ്ടത്. അത് പെട്രോൾ പമ്പ് ഉടമകളുടെ ഭാഗമായിട്ടല്ല അത് നിറവേറ്റേണ്ടത് എന്നും കോടതി പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും എന്തായാലും ആ തർക്കത്തിൽ ഒരു തീർപ്പ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ തന്നെ അതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഇത് പൊതു ശൗചാലയങ്ങളല്ല എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. ഉപഭോക്താക്കൾക്കും ഒപ്പം തന്നെ ജീവനക്കാർക്കും വേണ്ടിയുള്ളതാണ് എന്ന വ്യക്തത കോടതി ഇക്കാര്യത്തിൽ വരുത്തുന്നു. അപ്പോഴും ശ്രീ CN പ്രകാശ്, ഇവിടെ പല പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത പെട്രോൾ പമ്പുകൾ, അല്ലെങ്കിൽ ഇത് ഉപയോഗയോഗ്യമല്ലാത്തത് ഈ ശൗചാലയങ്ങൾ ഉണ്ട് എന്നത് ഉപഭോക്താക്കളെ അല്ലെങ്കിൽ അവിടെ എത്തുന്നവരെ അറിയിക്കുകയോ അവർക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുകയോ ചെയ്യാത്ത സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? ഈ ഹർജിയിൽ ഈ പെട്രോളിയം പമ്പ് ഉടമകൾ, ഇന്ധന പമ്പുകളുടെ ഉടമകളുടെ അസോസിയേഷൻ നൽകിയ ഹർജിയിൽ ഇത്തരത്തിൽ നിരവധി സംഘടനകൾ ഉണ്ടാകുന്ന സാഹചര്യം ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വലിയ ടൂറിസ്റ്റ് ബസ്സുകളിൽ നൂറുകണക്കിന് ടൂറിസ്റ്റുകളുമായി, അത് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുമായി പമ്പുകളിലെത്തുകയും അവർ പെട്രോൾ പമ്പിലെ ശൗചാലയങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത് സൃഷ്ടിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ ജീവനക്കാർ ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ ജീവനക്കാരുമായി സംഘടനത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ശൗചാലയങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, അത് വൃത്തിയായി ഉപയോഗിക്കുക എന്ന കടമയും പെട്രോൾ പമ്പ് ഉടമകൾ നിർവഹിക്കുന്നു. പക്ഷേ ഇത് ഒരു പൊതു ശൗചാലയങ്ങളാണെന്ന പൊതുധാരണയിലാണ് ജനങ്ങൾ ഇങ്ങനെ പെട്രോൾ പമ്പുകളെയും ഒപ്പം തന്നെ ടൂറിസ്റ്റ് ബസ്സുകളടക്കം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ഉടമകൾ ഹൈക്കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതി നിർണായകമായ ഈ ഉത്തരവ്, ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്, ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ. പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ അത് പൊതു ശൗചാലയങ്ങളല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തത വരുത്തുന്നത്. പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമായി ഉള്ളതാണ്, അവിടുത്തെ ജീവനക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പെട്രോളിയം വ്യാപാരികളുടെ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഈ കാര്യങ്ങളിൽ തീർപ്പാക്കിയിരിക്കുന്നത്.